ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇക്കാൻ്റെ ബർത്ത്ഡേ വ്ളോഗ് തുടരുകയാണ് കേട്ടോ. ഇത് പാർട്ട് 3 ആണ്. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അട ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചവ്വരിയും കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ സാബുദാനയില്ലേ, അതാണേ. ഇനി നമ്മുടെ അടപ്രഥമനിൽ ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കാരമൽ സോസ്. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും ബട്ടറും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്താൽ നമ്മുടെ കാരമൽ സോസ് റെഡിയാവും കേട്ടോ. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റിയാൽ നമ്മുടെ അടുത്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് 1 കിലോ ശർക്കര എടുക്കാം കേട്ടോ. ഇത് ജാഗ്രി പൗഡറാണ്. പിന്നെ കോക്കനട്ട് മിൽക്കിനായിട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തേക്കുന്നത്. അതും ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരപ്പാനിയിലേക്കും കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. തിളച്ച വെള്ളമാണ് ഞാൻ എല്ലാത്തിലും ചേർക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യിട്ട് കൊടുക്കാം. നമ്മൾ പായസം ഏതോ പാത്രത്തിലാണ് വയ്ക്കുന്നത്, ആ പാത്രത്തിലേക്കാണ്. എന്നിട്ട് നമ്മുടെ എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തില്ലേ, അതെടുത്തിട്ട് മൂപ്പിച്ച് ഇതുപോലെ വറുത്ത് കോരി മാറ്റാം കേട്ടോ. നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കേശനട്ടും കിസ്മസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച അടയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ അടയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലേ പോകണം, അതുവരെ നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അട കടന്ന് ഈ ശർക്കരപ്പാനിയിൽ കുറുകി വരണം ഗായ്സ്. ഞാൻ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ ചവ്വരിയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മളൊരു സാധനം കൂടെ ചേർക്കും. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയില്ലേ, എന്താ, കാരമൽ സോസ്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കാരമൽ സോസ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ആ പായസം ഉണ്ടല്ലോ വേറൊരു ലെവലാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ കുറുക്കിയെടുക്കണം ആ ശർക്കരപ്പാനിയിൽ. അതിനുശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാവേ. ഞാനിവിടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 3ാം പാലൊന്നും എടുത്തിട്ടില്ല. 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ മിക്സില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കി എടുക്കാം ഗൈസ്. ഞാൻ പായസത്തിന് എപ്പോഴും ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോഴാണ് ആ ഒരു മധുരം ബാലൻസ് ആവുക. എന്നിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം ഗൈസ്. നമ്മുടെ അടിപൊളി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൊച്ചാക്കച്ചി ഓർമ്മിക്കും കേട്ടോ. കൊച്ചാക്കച്ചി എൻ്റെ അടപ്രഥമൻ്റെ ഫാനാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് അടപ്രഥമനും കൊടുക്കാം ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.